പണ്ട് കാലത്തൊക്കെ രാജകുമാരിയെ കല്യാണം കഴിക്കണമെങ്കിൽ രാജാവ് സ്വയംവരത്തില് അവർ നിശ്ചയിക്കുന്ന മത്സരങ്ങളിൽ ജയിച്ചതിന് ശേഷം മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റൂ. അങ്ങനെ നിനക്ക് വേണ്ടി ആ ദൈവം നിശ്ചയിച്ച മത്സരങ്ങളിലെല്ലാം ജയിച്ച് നിന്നെ ഞാൻ സ്വന്തമാക്കും മഹേന്ദ്ര. നിനക്കും എനിക്കും ഇടയിലായി വേറെ ആരെയും വരാൻ അനുവദിക്കില്ല. Hello? Check all the luggages that are coming out. Bring anyone you suspect to the control room. Okay? Hello? ചേച്ചി എവിടെയാണോ എന്തോ? കോൾ ചെയ്യാന്ന് വിചാരിച്ച സിഗ്നലും കിട്ടുന്നില്ല. ഹലോ ഹലോ, എക്സ്ക്യൂസ് മീ. 1 second. ഹലോ, നിങ്ങളെയാ? സ്റ്റേറ്റ് മാറി വന്നാൽ ആണുങ്ങളുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ലല്ലോ. പൊന്നു പോലെ നോക്കിയ ഫോൺ നിങ്ങൾ കാരണം പൊട്ടിപ്പോയല്ലോ. മരം പോലെ വളർന്നിട്ടുണ്ടല്ലോ, ബുദ്ധിക്ക് മാത്രം ഒരു വളർച്ചയില്ലേ? എന്താ കണ്ണുരുട്ടി എന്നെ ഇങ്ങനെ നോക്കുന്നേ? കുത്തി പൊട്ടിക്കും ഞാൻ. ഇത് ഹൈദരാബാദിലെങ്ങാനും ആയിരുന്നെങ്കിൽ ഫുട്ബോൾ തട്ടുന്ന പോലെ തട്ടിയനെ. ഇവിടെ വെച്ചു ആവാം. ഓ, മലയാളിയാണോ? ഇത്രയും പ്രായമായിട്ടും എന്തിനെങ്ങനെയൊക്കെ പെരുമാറുന്നേ? ഏതെങ്കിലും ഒരു പെണ്ണിനെ കിട്ടിയാൽ മതി, മേത്ത് വന്നങ്ങ് ഇടിച്ചോളൂ. പിന്നെ എനിക്ക് സൗന്ദര്യം കൂടി പോയത് എന്റെ തെറ്റാണോ? എവിടെ പോയാലും മനസ്സമാധാനം തരില്ല നിങ്ങൾ പോലത്തെ ആൾക്കാർ. ഇത് വായാണോ അതോ മെഷീനാണോ? തോന്നുന്നൊക്കെ വിളിച്ചു പറഞ്ഞോണ്ടിരിക്കുന്നു. ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, നിങ്ങളാണ് എന്നെ ഇങ്ങോട്ട് വന്ന് ഇടിച്ചത്. ആഹാ, നിങ്ങൾ വലിയ രാജകുമാരനാണല്ലോ. ഹൈദരാബാദിൽ നിന്ന് ഫ്ലൈറ്റും പിടിച്ച് ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങൾ ഇടിക്കാനായിട്ട്. എന്താ ജീവിതത്തിൽ നിങ്ങൾ പെണ്ണുങ്ങളെ കണ്ടിട്ടേ ഇല്ലേ? നിന്റെ സംസാരം കുറച്ച് കൂടുന്നുണ്ട്. ഇനി ഒരക്ഷരം നീ മിണ്ടിക്കഴിഞ്ഞാൽ തൂക്കിയെടുത്ത് ഞാൻ ജയിലിൽ കൊണ്ടിടും. ആണോ? നിങ്ങൾ പോലീസാ? അല്ല, ഇന്ത്യൻ ആർമി മേജർ. മേജറാണോ? പ്രൂഫ് എന്തെങ്കിലും ഉണ്ടോ? പ്രൂഫ് ഞാൻ കാണിക്കാം, പക്ഷേ കാണാൻ പിന്നെ നീ ഉണ്ടാവില്ല. മനസ്സിലായില്ല. പ്രൂഫ് ഇത് മതിയോ? ഓക്കേ, ഇറ്റ്സ് ഓക്കേ. അയ്യേ, തോക്ക് താഴെ വെക്കില്ലേ? ഭാഗി, അനാവശ്യമായിട്ടാ നീ മൂന്നാറിലോട്ട് വന്നേ. വന്ന ഉടനെ തന്നെ ഫോൺ പൊട്ടിപ്പോയി. എന്നിട്ടാണെങ്കിൽ ഡയറക്റ്റ് ആ ആർമിയായിട്ടാ വഴക്കിന് പോയിരിക്കുന്നേ. കാണാൻ നല്ല ജെന്റിൽമാനെ പോലെ ഉണ്ട് അയാള്. അറിയാതെ ആയിരിക്കും ഇടിച്ചത്. എന്നിട്ട് വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞേക്കുവാ. ഇത് ഹൈദരാബാദ് അല്ല ഭാഗി, സൂക്ഷിച്ച് സംസാരിക്കണ്ടേ? അല്ല, അവള് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ. ഒന്ന് ഫോൺ ചെയ്ത് നോക്കാം. ഹലോ ഹലോ ഹലോ
അയ്യോ ഹലോ. ഓ, ഛീ. ബാക്കി ഇവളായിരുന്നോ? ആരും ഇവളെ കാണരുതെന്ന് വിചാരിച്ചിട്ട് ഡയറക്ടർ മഹേന്ദ്രനെ തന്നെ കണ്ടു. ഇവൾ ഒരു കാരണവശാലും വീട്ടിലേക്ക് വരരുത്, അതിനനുവദിക്കരുത്. ഛേ. നിങ്ങള് സോറി, ഞാൻ കണ്ടില്ലായിരുന്നു. സാരമില്ല, എന്റെ സമയം മോശം. എക്സ്ക്യൂസ് മീ, ആരെയോ കാത്തു നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. അതേന്നെ, പിക്ക് ചെയ്യാൻ വേണ്ടി വരാന്ന് പറഞ്ഞായിരുന്നു. അല്ല, നിങ്ങൾക്ക് അഡ്രസ് അറിയില്ലേ? അതറിയില്ല. ഇൻഫാക്ട് അവരാരാന്ന് പോലും എനിക്കറിയില്ല. അതെന്താ? അതൊരു വലിയ കഥയാ. ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ ഒരാൾ എനിക്ക് ടിക്കറ്റ് അയച്ചു തന്ന് വെഡിങ് ആനിവേഴ്സറിക്ക് വരാൻ പറഞ്ഞുകൊണ്ട് വന്നതാ ഞാൻ. വാട്ട്? സത്യമാണോ? അതെ. എന്തു പറ്റി? കണ്ടാ നല്ല വിദ്യാഭ്യാസമുള്ള പോലെ തോന്നുമല്ലോ. ഇങ്ങനെ പറയുന്നവരെ എങ്ങനെയാ വിശ്വസിക്കുന്നേ? ഇത് പറ്റിക്കുന്നവരുടെ ഒരു ഗ്യാങ്ങാ. ഇങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വിളിച്ചു വരുത്തും. സത്യം പറഞ്ഞാൽ വരുന്നവർക്ക് അറിയില്ലല്ലോ ഇനി ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവില്ലെന്ന്. ഗ്യാങ്ങോ? പറ്റിക്കാനോ? ഏയ് ഇല്ലില്ല, അവരങ്ങനത്തെ ആളൊന്നുമല്ല. നമുക്ക് ഒരുപാട് വേണ്ടപ്പെട്ടവരെ പോലെ, ഒരു ചേച്ചിയെ പോലെ എനിക്ക് തോന്നിയ. രണ്ടെണ്ണത്തിന് വട്ടം. ശരി, നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ സൂക്ഷിക്കണം കേട്ടോ, ഇത് മൂന്നാറാ. സത്യം പറഞ്ഞ ഈ നാട്ടില് ക്രിമിനൽസ് കുറച്ച് കൂടുതലാ. ഇനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഹലോ, ഒന്ന് നിക്കണേ. മഹേശ്വരി, ഐ വിൽ കോൾ യു ബാക്ക്. മഹേന്ദ്ര? അല്ല, നീ എന്താ ഇവിടെ? ഹൈദരാബാദിൽ നിന്ന് ആരോന്റെ ഫ്രണ്ട് വരുന്നു പറഞ്ഞിരുന്നു. ഞാൻ ഒരു പിക്ക് ചെയ്യാൻ വേണ്ടി വന്നതാ. ഓ, ആ FM-ലെ പെണ്ണല്ലേ? അതെ. അല്ല, ആ പെൺകുട്ടി വന്നോ? ഇല്ല, വന്നിട്ടില്ല. യാതൊരു മുൻപരിചയമില്ലാത്തവർക്ക് ടിക്കറ്റ് അയച്ചു കൊടുത്ത് വരാൻ പറഞ്ഞാ അവര് വരുമെന്ന് തോന്നുന്നുണ്ടോ? ഫ്ലൈറ്റ് ഇറങ്ങി എല്ലാവരും വരുന്നത് വരെ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തു. ഫോൺ ചെയ്തപ്പോ സ്വിച്ച് ഓഫ് എന്ന് പറയുന്നു. മൂന്നാർ അവിടെ കിടക്കുന്നു, ഹൈദരാബാദ് അവിടെ കിടക്കുന്നു. ഇനി എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റൂ? നീ കാണും. ലീലകൾ, പുതിയ ലീലകൾ. ഇത് അവരുടെ ലീലകളാണെന്ന് വിചാരിച്ചേക്കാം, പക്ഷേ ഇത് അങ്ങയുടെ ലീലകളാണെന്ന് എപ്പോ മനസ്സിലാകുമോ എന്തോ. മഹേന്ദ്ര, വന്ന ഫ്ലൈറ്റ് വന്ന പോലെ തിരിച്ചു പോവുകയും ചെയ്തു. എത്ര സമയം ഇവിടെ വെയിറ്റ് ചെയ്താലും നോ യൂസ്. വന്നേപ്പോ ആഹാ, ഇന്നാണെങ്കിൽ സ്കൂൾ അവധിയാണ്. ഒരു പിടിയങ്ങ് പിടിച്ചേക്കാം. എങ്ങനെ ഒരു പിടി പിടിക്കുന്ന? ആംഗ്രി ബേർഡ് വീട്ടിൽ തന്നെ ഉണ്ടാവും. ആംഗ്രി ബേർഡ് വീട്ടിലേക്ക് വന്ന ഉടനെ കണ്ടോൺമെന്റിലേക്ക് പോവല്ലോ. എന്ന് വെച്ചാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കളിക്കാൻ പോവാല്ലേ? ഓ, നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണോ വന്ന്? അവളെവിടെ? അവളെ എന്താ അകത്തേക്ക് ക്ഷണിക്കാത്ത ഏട്ടാ? പുറത്ത് എത്രയെന്നും പറഞ്ഞു നിൽക്കുക. പാവം, അവൾ എന്താ വിചാരിക്കുക? അവള് വന്നില്ല ആരും. വന്നില്ലെന്നോ? അതെ, ഫ്ലൈറ്റിൽ നിന്ന് എല്ലാരും ഇറങ്ങി വന്ന് പോകുന്ന വരെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു. അതെന്താ വരാത്തെ? എവിടെയോ എന്തോ മിസ്റ്റേക്ക് നടന്നെന്ന് തോന്നുന്നു. The number you have dialed is currently switched off. സ്വിച്ച് ഓഫ് ആണല്ലോ.
മുൻപരിചയം ഇല്ലാത്ത ഒരാളെ ദൈവം തന്ന അനിയത്തിയാ എനിക്ക് എന്റെ ജീവനെ പോലെയെന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നാ ഇങ്ങനെ തന്നെയാ ഉണ്ടാവുക. ഇപ്പൊ കണ്ടില്ലേ, ടിക്കറ്റ് കാശ് രണ്ടും വേസ്റ്റായി. എന്നാലും ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുക, നിനക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ ഇത്രയും ആളുകളുള്ളപ്പോ വരാത്ത ആ പെണ്ണിനെ ഓർത്ത് സങ്കടപ്പെട്ടോണ്ടിരിക്കുകയാണോ? ഇറ്റ്സ് ഓക്കെ ആരു. ആ കുട്ടി ഇപ്പൊ എവിടെയാണോ എന്തോ. നോക്ക്, ഇറ്റ്സ് ഓക്കെ. ആരു, ഇറ്റ്സ് ഓക്കെ. ഞാൻ കന്റോൺമെന്റിലേക്ക് പോയിട്ട് വരേ. ബൈ. ബൈ. ഏട്ടാ, അവള് വരാത്തതിന്റെ പേരിൽ പാവം നീ ഇവിടെ സങ്കടപ്പെട്ടോണ്ടിരിക്കുന്നു. നീ വരാത്തോണ്ട് അവൾ അവിടെ എന്ത് കഷ്ടപ്പാടാണോ അനുഭവിക്കുന്നത്. വർക്കാവ് പ്ലീസ്. ഇവിടെ മൊബൈൽ ഷോപ്പ് ഏതെങ്കിലും ഉണ്ടോന്ന് നോക്കാം. മനുഷ്യന്മാരേ ഇല്ല. പിന്നെയാണോ ഷോപ്പ്? ദൂരെ നോക്കിയപ്പോ അത്രയും ഭംഗിയായിരുന്നു, അടുത്തു വന്നപ്പോ എന്തോ ഭയങ്കരമായിട്ട് തോന്നുന്നു. എന്തു പറ്റി? ഫോഗ് അധികമാ ഇருக்கு മാഡം. എന്താ ഫോഗ് അധികം ഇருக்கு. അതെങ്ങനെയാ? ഇങ്ങനെ പാതി വഴിയിൽ ഇറക്കിയിട്ട് എങ്ങനെ ശരിയാവും? புரியல. മിഡിൽ ഡ്രോപ്പ് ഇപ്പടി എങ്ങനെ? நீங்க போலீஸ் ஸ்டேஷன் போய் கேட்டுக்கோங்க மேடம். ദൈവമേ, നീ മാത്രം എന്റെ വഴി. എന്നെ എങ്ങനെയെങ്കിലും തിരിച്ച് സേഫ് ആക്കി ഹൈദരാബാദ് എത്തിക്കണേ. അവരുടെ വിവാഹ വാർഷികത്തിനല്ല, മരണവാർഷികത്തിന് വന്ന പോലെയുണ്ട്. അതായത് എന്റെ മരണത്തിന് വേണ്ടി. ഈശ്വരാ കാത്തിരക്ഷിക്കണേ ഭഗവാൻ. തിരുമേനി, ഒരു ഹെൽപ്പ് വേണോ? ഇസ് ഇറ്റ് മീ? തിരുമേനിയോട് തന്നെയാ. சொல்லுங்கம்மா. അത് തിരുമേനി ഒരു ഹെൽപ്പ് വേണോ? വേണു കൃഷ്ണൻ രാമനൊന്നും അല്ല. എനിക്ക് നന്നായിട്ട് മലയാളം അറിയാം മോളെ. നല്ല മലയാളത്തിൽ തന്നെ പറഞ്ഞേ. നിങ്ങൾക്കും മലയാളം അറിയാല്ലേ? എന്തു പറ്റി മോളെ? നിനക്ക് എന്തു സഹായമാണ് വേണ്ടത്? അയ്യോ, എന്തൊക്കെയായി സംഭവിച്ചിരിക്കുന്നത്? ഇനിയിപ്പോ എന്താ ചെയ്യുക? എനിക്കും എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല തിരുമേനി. ഈ സ്ഥലം അത്ര സുരക്ഷിതമല്ല. മാത്രമല്ല ടെററിസ്റ്റ് മൂവ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞ് 144 പ്രഖ്യാപിച്ചിരിക്കുക. ആരും പുറത്തിറങ്ങി നടക്കാൻ പാടില്ല. നീ ആദ്യം പോലീസ് സ്റ്റേഷനിലേക്ക് പോ, അതല്ലെങ്കിൽ കണ്ടോൺമെന്റ് സ്റ്റേഷനിലേക്ക് ചെല്ല്. വേഗം ചെല്ല്. ദൈവമേ, സന്തോഷായോ? ഇത്രയും നല്ല വെതറിൽ ചില്ലായിട്ടിരുന്ന് സുഖിക്കല്ലേ? ഞാൻ ഇവിടെ ഇങ്ങനെ കഷ്ടപ്പെടുന്നതിൽ നന്നായി സന്തോഷിക്കുന്നുണ്ടല്ലോ. നിന്റെ ലീലകൾക്ക് വേണ്ടി എല്ലാവരെയും ഒന്നിപ്പിച്ചിരിക്കുന്നു. ഇനിയാണ് വിധിയുടെ കളിയാട്ടം. ആർക്കും ഒരു ഡൗട്ടും തോന്നാൻ പാടില്ല. ഏയ്, come here. നിങ്ങൾ തന്നെ ഇങ്ങോട്ട് വരാൻ. വാടാ, വേഗം ഓടിക്കോ. ഏയ്, വേഗം വാ. ഏയ്, അവൻ പുറകെ തന്നെ ഉണ്ട്. വേഗം വാ, നിങ്ങൾ ഇതുവഴി പോ.
വേഗം പോ വേഗം പോ വേഗം പോടാ ഓ മേജർ മഹേന്ദ്രൻ എന്നുള്ള പേര് മാറ്റി മൈ ലവബിൾ ഹബി എന്ന് എപ്പോഴാണോ മാറ്റാൻ പറ്റുന്നത്? ഹലോ, അന്ന് നിന്നോട് സംസാരിച്ചോണ്ടിരുന്നത് ആരാ? ആര് സംസാരിച്ചു? എപ്പ സംസാരിച്ചു? ഇന്നലെ ആ റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ. അത് പിന്നെ അവരെന്നോട് അഡ്രസ് ചോദിച്ചു, ഞാനത് പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇന്ന് അവരെ എന്നെ കണ്ടിട്ട് എന്തിനാ വെറുതെ ഓടിയത്? ഹലോ, അതെനിക്കെങ്ങനെ അറിയാം മഹേന്ദ്ര? അവരെ നീ തന്നെ ഒരു പ്രശ്നത്തിലാക്കി അവരെ പിടിക്കാൻ അവരുടെ പുറകെ ഓടുവാണെന്നാണ് നീ പറയുമ്പോ എനിക്ക് തോന്നുന്നത്. നീ എന്നെ സംശയിക്കുകയാണോ? ഇറ്റ്സ് ഓക്കെ, ജസ്റ്റ് ചോദിച്ചതേ ഉള്ളൂ. My God. ഇറ്റ്സ് ഓക്കെ അമ്മേ, ടേക്ക് ഇറ്റ് ഈസി. നമുക്ക് നെക്സ്റ്റ് ടൈം വിളിക്കാം. ആരു, ഇത് കുറച്ച് കൂടുതലാ. എപ്പോഴും ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണോ? ആകെയുള്ള കുറച്ച് സമയമെങ്കിലും കുട്ടികളുടെ കൂടെ ഹാപ്പി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യും. അതായത് നാളെ മുതൽ കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങില്ലേ? അവളിവിടെ വന്നിട്ടുണ്ട്. എനിക്ക് അങ്ങനെ തോന്നുക. പാവം, അവളിപ്പോ എന്തൊക്കെ ബുദ്ധിമുട്ട് സഹിക്കുന്നു എന്തോ. അല്ല, നീ കറക്റ്റ് ആയിട്ട് നോക്കി എയർപോർട്ടില്. പാവം, അവളുടെ ഫോൺ പോലും വർക്ക് ചെയ്യുന്നില്ല. എന്ന് കരുതിയിട്ട് ആത്മബന്ധം ഉണ്ടെന്ന് വെച്ച് അവൾ എവിടെയാ ഉള്ളോന്ന് ഇവളെങ്ങനെ അറിയാനാ? ടീം സൗത്ത് ഈസ്റ്റിലുള്ള സേഫ് സ്പോട്ടിലാണ് ഉള്ളത് സാർ. റൂട്ട് ക്ലിയർ ആവുന്നവർ അവിടെ തന്നെ നിൽക്കും. അവർക്ക് ഫുഡ് സപ്ലൈസും ഉണ്ട് സാർ. ഡോക്ടർ എന്തിനാ വന്നത്? എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെയാണ് സാർ. ഒരു ലേഡി മലപ്രദേശത്ത് ബോധമില്ലാതെ കിടക്കരുന്നു. നമ്മുടെ ആൾക്കാർ ഇവിടെ കൊണ്ടുവന്നു. ഡോക്ടർ ഇപ്പൊ ചികിത്സിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ വീട്ടിലേക്ക് പോയിട്ട് വരാം. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഓക്കെ സാർ. ഈ പെണ്ണാണോ? സാറിന് വരെ അറിയോ? ഇന്ന് എയർപോർട്ടിൽ വെച്ച് കണ്ടതാ. ഇവള് വാ തുറന്നു കഴിഞ്ഞാൽ പിന്നെ അടയ്ക്കാൻ ഭയങ്കര പാടാ. ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട് സാർ. 4-5 മണിക്കൂർ കഴിയുമ്പോൾ ബോധം വരും. അപ്പോൾ ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ നല്ലതായിരിക്കും. താങ്ക് യു ഡോക്ടർ. ഇറ്റ്സ് മൈ പ്ലഷർ സാർ. രാഘവ സാർ. ഇവളുടെ അടുത്ത് തന്നെ ഉണ്ടാവണം. വാട്ട് ഹാപ്പൻ? അല്ല, അത് സാർ, കരൺ സാർ എന്നെ വിളിച്ചിരുന്നു. അർജന്റ് എന്തോ വർക്കുണ്ടെന്ന് പറഞ്ഞു. എന്നാ ശരി, വർക്ക് എത്രയും പെട്ടെന്ന് തീർത്തിട്ട് വന്നേക്കണം. അതുവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ സാർ. രാവിലെ ആണെങ്കിൽ എയർപോർട്ടിൽ നീ ഒരു ബഹളം ഉണ്ടാക്കി. എന്നാൽ ഇപ്പൊ ഒരു മിണ്ടാപ്പൂച്ച പോലെ കിടക്കുന്നു. ശരിക്കും ആരാ നീ? എന്തിനു വേണ്ടി എവിടെ വന്നേ?
കറങ്ങാൻ വന്നതാണെന്ന് തോന്നുന്നു. ഇവൾ ഒറ്റയ്ക്കാണോ വന്നത് അതോ ഗ്രൂപ്പായിട്ടായിരിക്കോ? ഇതൊക്കെ നമ്മൾ എന്തിനാ അറിയുന്നത്? ഇനി ഒരുപക്ഷെ ബാങ്കിലുള്ള ഡീറ്റെയിൽസ് വല്ലതും കാണുമോ? വേണ്ട, ഇനി പെർമിഷൻ ഇല്ലാതെ ബാഗ് തൊട്ടെന്നും പറഞ്ഞ് ഇവളിവിടെ ഭൂകമ്പം തന്നെ ഉണ്ടാക്കും. ഒന്ന് വേഗം എഴുന്നേക്കടോ, ആരും എന്നെ വെയിറ്റ് ചെയ്യുക. എനിക്ക് പെട്ടെന്ന് പോയേ പറ്റൂ. ആകാശ്, ബലൂൺ എടുത്തിട്ട് വാ. ശരി ചേച്ചി. എടാ നീ പോയി കേക്ക് എടുത്തിട്ട് വാ. ചേട്ടാ ഈ കുഞ്ഞു വാവുണ്ട് ഇനി എത്ര ബലൂൺ ഊതണമെന്നാ? അതെയോ? അപ്പൊ നീ ബലൂണെല്ലാം നിന്റെ കുഞ്ഞു വെച്ചാണോ ഊതിയത്? അസൂയ, എല്ലാത്തിനും നിന്നെ ഡോമിനേറ്റ് ചെയ്യുന്നു എന്നുള്ള അസൂയ. എന്തിനാ ഞങ്ങൾ അസൂയപ്പെടേണ്ടത്? എന്തിനാന്ന് ഞാൻ പറയാം. ചിട്ടയിലും മര്യാദയിലും സ്വഭാവത്തിലും പിന്നെ അഭിമാനത്തിലും, പക്ഷെ അതിനേക്കാളും എന്റെ ഈ സൗന്ദര്യത്തിലും. വാട്ട് യു സേ ഗൈസ്? നിങ്ങൾ എന്താ ഇവിടെ കാണിക്കുന്നേ? അല്ല, ഇതൊക്കെ എന്താ? അമ്മയ്ക്കും അച്ഛനുള്ള സർപ്രൈസ് പ്ലാൻ ചെയ്യാ. ഡോർ ഓപ്പൺ ആയാൽ ഉടനെ ഇവിടെ എല്ലാം റെഡി ആയിരിക്കും. എന്ന് വെച്ചാ ലൈറ്റിംഗ്സ്, ഡെക്കറേഷൻസ്, കട്ട് ചെയ്യാനുള്ള കേക്ക്, 1 by 1 എല്ലാം റെഡി ആയിരിക്കും. അണയാൻ പോകുന്നവളെ കാളി കത്തുവെന്ന് കേട്ടിട്ടുണ്ട്. അരുന്ധതിയുടെ ലൈഫിലെ ലാസ്റ്റ് ഹാപ്പി നൈറ്റ്. അല്ല, നിങ്ങളുടെ മമ്മി എവിടെ? മമ്മി പോലും അറിയാതെയാ ഞങ്ങള് ഈ സർപ്രൈസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിനിടയ്ക്ക് നിങ്ങളുടെ മമ്മി വന്നാലോ? ഡാഡി വരുന്നത് വരെ മമ്മി അവിടെ നിന്ന് അനങ്ങാനേ പോകുന്നില്ല, അകത്തേക്ക് വരില്ല. അങ്ങനെയാണോ? ശരി ശരി, പ്രിപ്പറേഷൻസ് ഒക്കെ അടിപൊളിയായിരിക്കണം. കാരണം ഇത് ലാസ്റ്റ് ആനിവേഴ്സറിയാ. എന്താ